ഓക്കെ, അപ്പോൾ നമുക്ക് ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റിലുള്ള വരുന്ന കോൺസെപ്റ്റാണ് റൈറ്റ് ഷെയർസ് ഓർ റൈറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരുന്നു. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഒരു തരം ഷെയറാണ് റൈറ്റ് ഷെയർ എന്ന് പറയുന്നത്. നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 62 subsection 1 of the Companies Act 2013, when the company wants to increase the subscribed capital by issue of further shares, such shares must be issued first of all to existing shareholders in proportion of their existing shareholding. These shares are called right shares. അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ഈ റൈറ്റ് ഷെയർസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്, ഇപ്പം കമ്പനിക്ക് അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന അത്തരം ഷെയർസിനെയാണ് എന്ത് പറയുന്നത്, റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അവിടെ റൈറ്റാണ്, ആർക്കുള്ള റൈറ്റാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നൊരു റൈറ്റാണത്. ഓക്കെ, നോക്കാം. മീനിങ് ഓഫ് റൈറ്റ് ഷെയർസ് ഓർ റൈറ്റ് ഇഷ്യൂസ്. ഇൻ കേസ് എ കമ്പനി വോണ്ട്സ് ടു മേക്ക് എ ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ്, the issue must first be offered to the existing equity shareholders. കമ്പനി വിചാരിക്കുകയാണ്, കമ്പനി കുറച്ചുകൂടി ഷെയർ ഇഷ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനത്തെ കേസിൽ കമ്പനി ആർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നു. ദസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ പ്രീ എംപ്റ്റീവ് റൈറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ദ ന്യൂ ഷെയർസ് ഇസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ളൊരു പ്രീ എംപ്റ്റീവ് റൈറ്റാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ ആ ഇഷ്യൂ ആണ് എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് പുതിയ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവരുടെ ഒരു പ്രീ എംപ്റ്റീവ് റൈറ്റാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് മേ അക്സെപ്റ്റ് ഓർ റിജക്ട് ദ റൈറ്റ്. അപ്പോൾ അവർക്ക് ഓഫർ ചെയ്യുന്ന ഈ ഒരു റൈറ്റ് ഇഷ്യൂ അവർക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം. അത് അവരുടെ താല്പര്യപ്രകാരം ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ അവർക്ക് വേറൊരാൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് കഴിയും, സെയിൽ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഹൂ ഡു നോട്ട് വിഷ് ടു ടേക്ക് അപ്പ് ദ റൈറ്റ് ഷെയർസ് ക്യാൻ സെൽ ദെയർ റൈറ്റ് ടു അനദർ പേഴ്സൺ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റൈറ്റ് വേറൊരാൾക്ക് സെല്ല് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. ഇത്രയാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ബോണസ് ഷെയറിനെ കുറിച്ചും അതുപോലെ തന്നെ റൈറ്റ് ഷെയറിനെ കുറിച്ചും പറയാനുള്ളത്. നമുക്ക് നോക്കാം. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, in case a company wants to make a further issue of shares, the issue must first be offered to the existing equity shareholders. Thus an issue of shares in which existing shareholders have a preemptive right to subscribe for the new shares is called right issue. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രൊവിഷൻസ്, അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഈ റൈറ്റ് ഇഷ്യൂമായി റിലേറ്റഡ് ആയിട്ട് 2-3 പ്രൊവിഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 റിലേറ്റിംഗ് ടു റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ് കമ്പനീസ് ആക്ട് 2013 മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. ഫസ്റ്റ് പറയുന്നത് ഓഫർ ഷാൽ ബി മെയ്ഡ് ബൈ നോട്ടീസ്. അപ്പോൾ നമ്മളിതൊരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു ഓഫർ അവരെ അറിയിക്കുന്നത്. ദെൻ നോട്ടീസ് ഷുഡ് സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ്, ടൈം ഫോർ അക്സെപ്റ്റിംഗ്. അതായത് അവർ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു ഓഫർ, അതായത് റൈറ്റ് ഇഷ്യൂവിനുള്ള ഒരു ഓഫർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യണം. അതെന്തിരിക്കണം, നമ്മൾ പിന്നെ നോട്ടീസിനകത്ത് കൃത്യമായിട്ട് ആ ടൈമും അതേപോലെ തന്നെ എത്ര ഷെയർസാണ് പിന്നെ റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എന്നും നോട്ടീസിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അതിൽ ടൈം പറയുന്നത് അക്സെപ്റ്റിംഗ് പീരീഡ് മിനിമം ഓഫ് 15 days ആൻഡ് മാക്സിമം ഓഫ് 30 days. അതായത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്തതിന് ശേഷം, അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം 15 ദിവസത്തിൻ്റെ മിനിമം 15 ദിവസത്തിൻ്റെ ഉള്ളിൽ, മാക്സിമം പോയാൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം, അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്ന ലാസ്റ്റ്, ഓഫർ ഷാൾ ഇൻക്ലൂഡ് എ റൈറ്റ് ടു റിനൗൺസ് ദ ഷെയർസ് ഓഫേർഡ് ടു ഹിം. അവർക്ക് റിനൗൺസ് ചെയ്യാനുള്ളൊരു റൈറ്റ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊവിഷൻസിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റൈറ്റ് ഇഷ്യൂവിന് കുറച്ച് അഡ്വാൻറ്റേജസ് കമ്പനിക്കും അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്. അത് കമ്പനീസിനുള്ള അഡ്വാൻറ്റേജും പറയുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജും പറയുന്നുണ്ട്. കമ്പനിയുടേത് പറയുന്നത് ഇഷ്യൂ കോസ്റ്റ് ആർ ലോവർ, കാരണം എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ അവിടെ ഇഷ്യൂ കോസ്റ്റ് എന്തായിരിക്കും, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. ഓക്കെ, ദെൻ ഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ പ്രകാരമാണ് അവിടെ ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, അതിന് റൈറ്റ് ഇഷ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ദ ഇമേജ് ഓഫ് ദ കമ്പനി, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണ്, കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ പറയുന്നത് നമുക്ക് പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ, റേസിങ് ക്യാപിറ്റൽ ഈസ് മോർ സെർട്ടൺ ദാൻ ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂവിനേക്കാൾ നമുക്ക് സെർട്ടൺ ആണ് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്യൂ, അത് റൈറ്റ് ഇഷ്യൂ എന്നുള്ള റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവിലാണ് എന്ത് കിട്ടുന്നത്, ഈ റൈറ്റ് ഷെയർ കിട്ടുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസിനേക്കാട്ടിലും കുറഞ്ഞിട്ടുള്ളൊരു പ്രൈസിനാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, പർട്ടിക്കുലർ മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ ഷെയറിന് വാല്യൂ കൂടുതലായിരിക്കും, പക്ഷേ അവരത് അക്വയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രൈസ് കുറഞ്ഞിട്ടാണ് ആ പർട്ടിക്കുലർ ഷെയർ കിട്ടുക. അപ്പോൾ അതെന്താണ്, അവർക്കിനിപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിസർവിങ് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് പിന്നെയും ഷെയർ കിട്ടുക. അപ്പോൾ അവിടെ കമ്പനിയുടെ മുകളിലുള്ള കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രിസർവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത് കൂടുതൽ അതിൻ്റെ റൈറ്റ് ആർക്ക് കിട്ടുകയാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റ് വാല്യൂ ഓഫ് റൈറ്റ് ആണ്. അവിടെ ആ ഒരു നമ്മൾ പറഞ്ഞ ഒരു പ്രീ എംപ്റ്റീവ് റൈറ്റ് ആർക്ക് കിട്ടുകയാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ പിന്നെ റൈറ്റിന് നമുക്കൊരു വാല്യൂ കണക്കാക്കുന്നുണ്ട്, വാല്യൂ ഓഫ് റൈറ്റ്. അത് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ആ ഒരു വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ ഓഫ് ഷെയർ ഓർ വാല്യൂ ഓഫ് റൈറ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ വാല്യൂ ഓഫ് ഷെയർ മീൻസ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റൈറ്റിൻ്റെ വാല്യൂ ആണ് മെൻഷൻ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് വാല്യൂ ഓഫ് ഷെയർ ഈസ് ദ ഗെയിൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വൈൽ സബ്സ്ക്രൈബിങ് ദ അഡീഷണൽ ഷെയർസ് അറ്റ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. അതായത് അവർക്ക് ശരിക്കും കിട്ടുന്നത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിനാണ് എന്ത് കിട്ടുന്നത്, കുറഞ്ഞിട്ടുള്ളൊരു പ്രൈസിനാണ് അവർക്ക് ആ ഒരു റൈറ്റ് ഷെയർ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, ഒരു ഗെയിൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗെയിൻ ആൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ മേക്സ് വൈൽ എക്സസൈസിങ് ഹിസ് റൈറ്റ്. അവർ ആ ഒരു റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിൽ കിട്ടുന്ന ഒരു ഗെയിൻ, അല്ലെങ്കിൽ എന്താണ് ഒരു എക്സസൈസ് വരുന്ന ഗെയിനാണ് എന്ത്, വാല്യൂ ഓഫ് റൈറ്റ് ഓർ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് യൂഷ്വലി കമ്പനി ഓഫേഴ്സ് റൈറ്റ് ഇഷ്യൂ അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ്. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവിലാണ് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. സോ ദിസ് ലീഗൽ റൈറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എസ്പെഷ്യലി വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഈസ് ഹയർ ദാൻ ഇഷ്യൂ പ്രൈസ്. അതായത് ഇൻ കേസ് ഇപ്പോൾ ഇഷ്യൂ പ്രൈസിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് പ്രൈസ് വരുന്ന സമയത്ത് ആ ഒരു ഷെയറിൻ്റെ മണി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അഡ്വാൻറ്റേജസ് ആയിട്ട് ആർക്ക് കിട്ടും, ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. മണി വാല്യൂ ഓഫ് സച്ച് അഡ്വാൻറ്റേജസ് ഇസ് കോൾഡ് വാല്യൂ ഓഫ് റൈറ്റ്. അപ്പോൾ അവിടെ ആ ഒരു ഷെയറിൻ്റെ മുകളിൽ വരുന്ന മണി വാല്യൂവിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഷെയർ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് 3 സ്റ്റെപ്പ് ഇതിൽ പറയുന്നുണ്ട്, നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ഓൾ ഷെയർസ്. ദെൻ സെക്കൻഡ് പറയുന്നത് കാൽക്കുലേറ്റ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. ലാസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആവറേജും കണ്ടതിന് ശേഷം ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റൈറ്റ് കാണാം. അല്ലെങ്കിൽ നേരിട്ട് നമുക്കൊരു ആൾട്ടർനേറ്റീവ് ഫോർമുല പ്രൊവൈഡ് ചെയ്തിട്ടും എന്ത് കാണാം, വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും.
നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് പ്രകാരം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ടോട്ടൽ ഷെയറിൻ്റെ ആണ് പ്രൈസ് നമ്മൾ കാണുന്നത്. എത്രത്തോളം ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എത്രത്തോളം ഷെയർസ് ഉണ്ടോ ആ ഷെയർസിൻ്റെ മൊത്തം ടോട്ടൽ പ്രൈസാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. പിന്നെ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഷെയർ, അതായത് അവർക്ക് റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടില്ലേ, ആ ഇഷ്യൂ ചെയ്ത റൈറ്റ് ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് അതിനോട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. കിട്ടുന്നതാണ് എന്ത് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ പ്രൈസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ആവറേജ് പ്രൈസ് കാണണം. എന്നുവെച്ചാൽ അത്രയും ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ പ്രൈസും എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ പ്രൈസും അതുപോലെ തന്നെ റൈറ്റ് ഷെയർസിൻ്റെ ഇഷ്യൂ പ്രൈസ് കൂടിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഷെയർസിന് നമ്മൾ എന്തിനും ആവറേജ് ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര പ്രൈസ് വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ പ്രൈസ് ആസ് പെർ സ്റ്റെപ്പ് 1. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരമുള്ള ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. എത്രയാണോ എക്സിസ്റ്റിംഗ് ഷെയർസ് ഉള്ളത് അത് പ്ലസ് എത്രയാണ് റൈറ്റ് ഷെയർസ് ഉള്ളത്. ഇവിടെ നമ്മൾ മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസുമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പം മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആണ്, അതിലുള്ള എത്ര ഷെയർസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആവറേജ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റൈറ്റ്. നമ്മൾ എങ്ങനെയാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണോ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എന്ന് നോക്കുക, അതിൽ നിന്ന് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് റൈറ്റ്. അവിടെ നമ്മൾ ആവറേജ് പ്രൈസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആവറേജ് പ്രൈസ് ഈസ് ഓൾസോ നോൺ ആസ് തിയറട്ടിക്കൽ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൾട്ടർനേറ്റീവ് ഫോർമുല ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എത്രയാണോ നമ്പർ ഓഫ് ന്യൂ റൈറ്റ് ഷെയർസ്, അതായത് പുതിയതായിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഷെയർസ് എത്രയാണ്, നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ്. അതായത് പിന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ലേ, എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുത്തിട്ടില്ലേ ഈ ഒരു എണ്ണം, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയറും അതേപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഈ റൈറ്റ് ഇഷ്യൂവിൻ്റെ ഷെയറാണ് എടുക്കുന്നത്, പ്രൈസ് അല്ലേ, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇഷ്യൂ പ്രൈസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നേരിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കതിനെ പെർസെൻറ്റേജസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര ഷെയർ ക്യാപിറ്റൽ നമ്മളിപ്പോൾ റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ട് എത്ര പെർസെൻറ്റേജ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്നറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ഫോർമുല കൂടി കൊടുത്താൽ മതി. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂവിന് ശേഷം ഇൻക്രീസ് ചെയ്ത ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 10 lakh ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഒരു റൈറ്റ് ഇഷ്യൂ കൂടി കണ്ടക്ട് ചെയ്തു. എത്രയാണ്, അപ്പോൾ അവിടെ റൈറ്റ് ഇഷ്യൂ ഒരു 50,000 ആണ് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10,50,000 ആവും മൊത്തം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് അതിൽ എത്രയാണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന എത്രയായിരുന്നു, 10 lakh ആയിരുന്നു. ദെൻ നമുക്ക് 10 lakhൽ 50,000 ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എത്ര എമൗണ്ട് ആണ് ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ, എത്രയാണോ റൈറ്റ് ഇഷ്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ എമൗണ്ട് അല്ലേ ഇൻക്രിമെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഇൻറ്റു ചെയ്തിട്ടുണ്ട്, എത്ര ഷെയർ ക്യാപിറ്റൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂനകത്ത് വാല്യൂ ഓഫ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. A company offers to its shareholders the right to buy 2 shares at rupees 115 for every 5 shares of rupees 100 each held. 100 രൂപ വെച്ചിട്ടുള്ള 5 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്താണ് 115 രൂപ വരുന്ന ഷെയറാണ് എന്ത് ചെയ്യുന്നത്, 2 ഷെയറാണ് റൈറ്റ് ഇഷ്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് ₹150. അപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. ഓക്കെ, അപ്പോൾ 5 ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താണ് അതിൽ 2 ഷെയർ കൊടുക്കുകയാണ്. എത്ര? ₹115 വെച്ചിട്ട് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് 30 lakh. അപ്പം നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 30 ലക്ഷമാണ്. 30 lakh ആണ് പറയുന്നത്. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ റൈറ്റ് ആൻഡ് ഓൾസോ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മളോട് ഷെയറിൻ്റെ വാല്യൂ കാണാനും റൈറ്റിൻ്റെ വാല്യൂ കാണാനും അതുപോലെ തന്നെ എത്രത്തോളമാണ് ഷെയർ ക്യാപിറ്റൽ പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, ഇതുമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 സ്റ്റേജായിട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, വാല്യൂ കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 150 ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ഒരാളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 5 ഷെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാണ്? 5 × 150 ദാറ്റ് ഈസ് 750. ഓക്കെ, ദെൻ നമുക്ക് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തത് 2 ഷെയറാണ്. ഒരു ഷെയറിന് ₹115 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ് ഇഷ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? 115 × 2 ദാറ്റ് മീൻസ് 230. അപ്പോൾ ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസ് എത്രയാണ്? 980 ആണ്. 980 ആണ് ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ്? ടോട്ടൽ പ്രൈസ് ആസ് പെർ സ്റ്റെപ്പ് 1. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൈസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 980. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിനി വേണ്ട എന്താണ്? ടോട്ടൽ ഷെയർസ് എത്രയാണെന്ന് അറിയണം അല്ലേ? അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാണ്? 5. പുതിയതായിട്ട് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്ത് എത്രയാണ്? 2 ഷെയർ അല്ലേ കൊടുത്തത്? 5 ഷെയർ കൈവശം വെച്ച ആളുകൾക്ക് അല്ലേ? അപ്പോൾ അതിൽ 5 ഷെയർ എക്സിസ്റ്റിംഗ് ഷെയറും 2 ഷെയർ അയാൾക്ക് പുതിയതായിട്ട് കിട്ടുന്നു. അപ്പോൾ മൊത്തം എത്ര ഷെയറായി? 7 ഷെയർ. അപ്പം 980 / 7 ദാറ്റ് ഈസ് 140 ആണ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് റൈറ്റ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറിൽ നിന്ന് ആവറേജ് പ്രൈസ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 150. ദെൻ എത്രയാണ് നമ്മുടെ ആവറേജ് പ്രൈസ്? 140. സോ 150 - 140 ദാറ്റ് ഈസ് ₹10 ഇസ് ദ വാല്യൂ ഓഫ് ദിസ് റൈറ്റ് ഇഷ്യൂ. ഓക്കെ, ഈ റൈറ്റ് ഇഷ്യൂവിൽ വന്നിട്ടുള്ള വാല്യൂ ഓഫ് റൈറ്റ് എത്രയാണ്? ₹10 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇതൊരു നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ്. അപ്പം ഈ ആൾട്ടർനേറ്റീവ് ഇക്വേഷൻ എന്ത്? നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് എത്രയാണോ നമുക്ക് പുതിയതായിട്ടുള്ള റൈറ്റ് ഷെയർ, എത്രയാണ് നമുക്ക് പുതിയ റൈറ്റ് ഷെയർ എന്ന് പറയുന്നത്? 2 ആണ്. ഓക്കെ, താഴെ നോക്കുക, 2 ആണ് റൈറ്റ് ഷെയറിൻ്റെ. പുതിയതായിട്ട് നമ്മൾ 2 റൈറ്റ് ഷെയർ ആണ് കൊടുത്തത് അല്ലേ? ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ് ദാറ്റ് മീൻസ് എക്സിസ്റ്റിംഗ് ഷെയറും അതേപോലെ തന്നെ പുതിയ ഷെയർ എത്രയാണ്? 5 + 2 ദാറ്റ് ഈസ് 7. ഓക്കെ, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 150 ആണ്. ക്വസ്റ്റ്യനിൽ നോക്കുക, 150 ആണ് മാർക്കറ്റ് പ്രൈസ്. പക്ഷേ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത പ്രൈസ് എത്രയാണ്? 115. സോ 150 - 115. അപ്പോൾ എത്രയാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്നത്? 10 തന്നെയാണ്. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. നമുക്ക് നേരിട്ട് ആൾട്ടർനേറ്റീവ് ഇക്വേഷനിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 സ്റ്റേജായിട്ട് പ്രൊവൈഡ് ചെയ്താലും മതി. ഇനി നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രിമെൻറ്റ് വന്നത് നോക്കാം അല്ലേ? ഇനി നമ്മൾ ഇൻക്രിമെൻറ്റ് നോക്കിയിരുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെത്. എത്രയാണോ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂവിന് ശേഷം എത്ര ഷെയർ ഇൻക്രീസ് ചെയ്തു ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ. എത്രയായിരുന്നോ നമുക്ക് റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100. ഇതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് ഇൻക്രീസ് ചെയ്തത് നോക്കാം. പ്രസൻറ്റ് ക്യാപിറ്റൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 30 ലക്ഷമാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ഇഷ്യൂ എത്രയാണ് വന്നിട്ടുള്ളത്? 30 ലക്ഷത്തിൽ നമ്മൾ 5 ഷെയറുള്ളവർക്ക് 2 ഷെയർ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ 3 lakh × 2/15 = 12 lakh ആണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എത്രയാണ് പെർസെൻറ്റേജ് നോക്കുക? ഇൻക്രീസ് ഇൻ റൈറ്റ് ഇഷ്യൂ എത്രയാണ്? 12 lakh ഡിവൈഡഡ് ബൈ 30 lakh × 100 ദാറ്റ് ഈസ് 40% ഇൻക്രിമെൻ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് ഇൻക്രീസ് വന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യണം, എത്രയാണ് അവിടെ റൈറ്റ് ഇഷ്യൂവിൻ്റെ പോർഷൻ അറിയണം. അപ്പോൾ 30 ലക്ഷം നമുക്ക് തന്നിട്ടുള്ളത് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയാണ്, നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അപ്പം അതിൻ്റെ മുകളിൽ നമ്മളെന്താണ് 5 ഷെയർ കൈവശം വെച്ച ആൾക്ക് 2 ഷെയർ വെച്ചിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, റൈറ്റ് ഇഷ്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 30 ലക്ഷത്തിൻ്റെ 2/5 12 ലക്ഷമാണ്. അപ്പം 12 ലക്ഷം ഡിവൈഡഡ് ബൈ 30 ലക്ഷം ഇൻറ്റു 100, ദാറ്റ് ഈസ് 40% ആണ് ഇതിൽ വരുന്ന ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് റൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ഇഷ്യൂ ആൻഡ് പബ്ലിക് ഇഷ്യൂ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ഇഷ്യൂ ആൻഡ് പബ്ലിക് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവും പബ്ലിക് ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്, റൈറ്റ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലേ. പബ്ലിക് ഇഷ്യൂ ആർക്കാണ്, ടു ദ പബ്ലിക്, ലാർജ് പബ്ലിക്കിനാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുക. എ റൈറ്റ് ഇഷ്യൂ is made to existing shareholders and a public issue is made to the public at large. റൈറ്റ് ഇഷ്യൂ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നൊരു റൈറ്റ് ആണത്. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി എന്താണ് ജനറൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായതുകൊണ്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, അതായത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചെലവുകൾ എന്തായിരിക്കും, ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. പക്ഷേ ഒരു പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് ഹൈ ആണ്. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഈസ് മച്ച് ലെസ് ദാൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസ്. എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു ഏകദേശം കുറവായിരിക്കും എന്ത് റൈറ്റ് ഇഷ്യൂവിൽ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഈസ് ജനറലി ലോവർ ദാൻ ദ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ്. എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പബ്ലിക് ഇഷ്യൂ ദ പ്രൈസ് ഈസ് ജനറലി ലോവർ ദാൻ ദ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഇഷ്യൂ അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ഒരു ബോണസ് ഷെയറും റൈറ്റ് ഷെയറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്ന ഡിഫറൻസ് ആണ് ബോണസ് ഷെയറിൽ. ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ബോണസ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണ്ട, ആ ഷെയർ വാങ്ങിക്കുന്നതുകൊണ്ട് ക്യാഷ് ആർക്ക് കൊടുക്കുന്നില്ല, കമ്പനിക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, പക്ഷേ റൈറ്റ് ഷെയറിൻ്റെ കേസ് എന്താ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് റൈറ്റ് ഷെയർ എങ്കിലും റൈറ്റ് ഷെയർസ് ആർ ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ്. അവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് കൊടുക്കണം, ഷെയറിന് എമൗണ്ട് ക്യാഷ് എന്ത് ചെയ്യണം, കമ്പനിക്ക് കൊടുക്കണം. പക്ഷേ ബോണസ് ഷെയറിന് എന്ത് കൊടുക്കണ്ട, അവിടെ നമ്മൾ കൈൻഡാണ്, ക്യാഷായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു കൺസിഡറേഷൻ അവിടെ അതിനകത്ത് വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബോണസ് ഷെയർസ് ആർ ഓൾവേസ് ഫുള്ളി പെയ്ഡ്. ബോണസ് ഷെയർ എപ്പോഴും എന്തായിരിക്കും, ഫുള്ളി പെയ്ഡ് ആയിരിക്കും. ഒന്നുകിൽ ഫുള്ളി പെയ്ഡ് അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡിനെ നമ്മൾ ഫുള്ളി പെയ്ഡിലേക്ക് മാറ്റാറുണ്ട്. പക്ഷേ റൈറ്റ് ഷെയർ എന്ന് പറയുന്നത് അതൊന്നുകിൽ ഫുള്ളി പെയ്ഡ് ആവാം അല്ലെങ്കിൽ എന്താ പാർട്ട്ലി പെയ്ഡ് ആവാം. ഓക്കെ, അതേപോലെ തന്നെ ബോണസ് ഷെയറിൻ്റെ കേസിൽ ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല, ബോണസ് ഷെയറിൽ വരുന്നില്ല. മിനിമം, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന കേസ് എന്തിനകത്തുണ്ട്, റൈറ്റ് ഷെയറിൽ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഇഷ്യൂ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് ബോണസ് ഷെയറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കണം. പക്ഷേ പ്രൊവിഷനിലൊന്നും ഈ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ ഫോർ റൈറ്റ് ഇഷ്യൂ സ്പെസിഫിക് പ്രൊവിഷൻസ് ഇൻ ദ ആർട്ടിക്കിൾ ഇസ് നോട്ട് റിക്വയർഡ്. നമ്മൾ പ്രൊവിഷനിലൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ ആർട്ടിക്കിൾസിൽ കൊടുത്തോളുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ബോണസ് ഇഷ്യൂ ഇൻക്രീസസ് ഷെയർ ക്യാപിറ്റൽ ബട്ട് റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ ക്യാഷ്. അതായത് ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മളുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ എന്ത് വരുന്നുണ്ട്, റിഡക്ഷൻ വരുന്നുണ്ട്. കാരണം നമ്മുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്, ബോണസ് ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവ്സ് കുറയും, ക്യാഷിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു ഇൻക്രിമെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഒന്നും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ക്യാഷിലൊരു കേസ് സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. എന്തായിരുന്നോ ആദ്യം ഉണ്ടായിരുന്ന അതേ സെയിം ആസ് യൂഷ്വൽ
എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സെയിം ലെവലിൽ തന്നെയാണ് ബോണസ് ഷെയറിന് ശേഷം ഉണ്ടാവുക. പക്ഷേ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ റൈറ്റ് ഇഷ്യൂ ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ വിത്ത് സൈമിൾട്ടേനിയസ് ഇൻക്രീസ് ഇൻ ക്യാഷ്. അവിടെ നമ്മളെ ഷെയർ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്യാഷ് ലെവലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയർ കൊടുക്കുക എങ്ങനെയാണ് ക്യാഷായിട്ട്, അതായത് ഷെയർ ഹോൾഡർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനുപാതികമായിട്ട് ആർക്ക് ക്യാഷ് കൊടുക്കണം, കമ്പനിക്ക് ക്യാഷ് കൊടുക്കണം. ഓക്കെ, ഇത് എന്തേ ആവുന്നുള്ളൂ, കമ്പനിക്ക് അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഓഫർ ചെയ്യുക. അതെന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവിൽ ഓഫർ ചെയ്യുന്നതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവരത് വാങ്ങിക്കും. അതാണ് റൈറ്റ് ഷെയറിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബോണസ് ഷെയറിൻ്റെത് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 63 അനുസരിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ റൈറ്റ് ഷെയർ എന്ന് പറയുന്നത് സെക്ഷൻ 62 ബേസ് ചെയ്തിട്ടാണ് ഒരു റെഗുലേഷൻ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബോണസ് ഷെയറും റൈറ്റ് ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. രണ്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബോണസ് എന്ന് പറയുന്നത് അവിടെ ഒരു കൺസിഡറേഷനും, അതായത് നമ്മൾ ബോണസ് ഷെയർ കൊടുക്കുന്നതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല. ഓൾറെഡി കമ്പനിയിലെ റിസർവ്സിൻ്റെ ബാലൻസ് കുറയും, റിസർവ്സിൽ നിന്ന് എടുത്തിട്ട് ബോണസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ കൂടും, റിസർവ് കുറയും. പക്ഷേ റൈറ്റ് ഷെയറിൻ്റെ കേസിൽ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റ് ആണ്, അത് അവരോട് ചോദിക്കും ആദ്യം, അവർക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് അവർക്ക് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കത് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, അത് അവർക്കുള്ളൊരു റൈറ്റാണ്. അപ്പോൾ അതൊരു പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ റൈറ്റ് ഷെയർസിൻ്റെ കേസിൽ എന്താണ്, കൺസിഡറേഷൻ ഉണ്ട്, ക്യാഷ് കൊടുക്കണം. ഓക്കെ, അതാണ് മേജർ ഡിഫറൻസ് എന്ന് ബോണസ് ഷെയറും റൈറ്റ് ഷെയറും തമ്മിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് വരുന്നത്, ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക, ചോദിക്കാം.